ഏവർക്കും സ്വാഗതം. ഇന്ന് UDF സ്ഥാനാർത്ഥി ശ്രീ തോമസ് ഉണ്ണിയാടനാണ് നമ്മോടൊപ്പമുള്ളത്. ഇരിങ്ങാലക്കുടയെ 3 ടൈം 15 വർഷക്കാലം പ്രതിനിധീകരിച്ച് വികസനത്തിൻ്റെ ജനനായകൻ എന്ന ടൈറ്റിലോടുകൂടി ഇരിങ്ങാലക്കുടയിൽ ഏറെ പ്രവർത്തിച്ച അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളും പുതിയ പദ്ധതികളെക്കുറിച്ചും ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്ക് ഇന്ന് വായിച്ചറിയാം. പ്രത്യേകം സ്വാഗതം. താങ്ക് യു. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ജനപ്രതിനിധി ആയിരുന്നില്ല. അതിനു മുൻപ് ദീർഘമായ 15 വർഷക്കാലം ഇരിങ്ങാലക്കുടയുടെ ജനപ്രതിനിധിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായ ഒരു 5-6 കാര്യം ഇരിങ്ങാലക്കുടയിലെ ഒരാളോടും ഞാൻ നടത്തിയ വികസനത്തെ സംബന്ധിച്ച് പറയേണ്ടതില്ല. പുറത്തുള്ള പല ആളുകളോടും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ എൻ്റെ പ്രിയ ഇടതുപക്ഷ സഹോദരങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇരിങ്ങാലക്കുടക്കാർ അതൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ 2001-ലും 2006-ലും 2015-ലും ഇരിങ്ങാലക്കുട MLA ആകാൻ സൗഭാഗ്യം ലഭിച്ച ആളാണ്. 2011 കാലഘട്ടത്തിൽ വിജയിച്ചപ്പോൾ ആ ടൈമിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞാൻ ഗവൺമെൻറ് ചീഫ് വിപ്പായിട്ടും പ്രവർത്തിക്കാനായിട്ടുള്ള സാഹചര്യം എനിക്ക് കിട്ടുകയുണ്ടായി. എനിക്ക് ലഭിച്ച 2001 മുതൽ 2011 വരെ 2016 വരെയുള്ള കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ വലിയ വികസനം നടന്നൊരു കാലഘട്ടമാണ്. ശരിക്കും ആലങ്കാരികമായി ചിലർ പറയും വികസനത്തിൻ്റെ പൂമഴയായിരുന്നല്ലോ എന്നൊക്കെ ആളുകൾ എന്നോട് പറയാറുണ്ട്. കാരണം എല്ലാ സ്ഥലങ്ങളിലും മുക്കിലും മൂലയിലും പൊതുവായിട്ടുള്ള വികസന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ വിഷയങ്ങൾ അതും പരമാവധി പരിഹരിച്ചു കൊടുക്കാനുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇനി ഇവിടെ എൻ്റെ MLA ഓഫീസ് ഇരിങ്ങാലക്കുട ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുകളിലുണ്ടായിരുന്നു. സദാസമയം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസാണ്. രാത്രിയിലായാൽ മാത്രമേ അടയ്ക്കുള്ളൂ. പിന്നെ രാത്രി ആയാലും എൻ്റെ വീടിനോടനുബന്ധിച്ചുള്ള ഓഫീസിലും എപ്പോഴും ആളുകൾക്ക് കടന്നു വരാം. എപ്പോഴും സമീപസ്ഥനായിട്ടുള്ള ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള വിഷമങ്ങളും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു 15 വർഷ കാലഘട്ടം. അപ്പോൾ ഒരു MLA സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് സമീപസ്ഥനായിരിക്കണം. വിളിച്ചാൽ വിളിക്കപ്പുറത്ത് നമ്മൾ നാടൻ ഭാഷയെ പറയും, വെളിപ്പുറത്ത് അങ്ങനെ പറയില്ലേ, അത് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മറ്റ് വികസനത്തിൻ്റെ കാര്യത്തിൽ എത്രയോ കാര്യങ്ങളുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഒരു സിവിൽ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു. നമ്മുടെ മാഷ കാലഘട്ടത്തിലാണ് സ്ഥലം എടുത്തത്. പക്ഷേ ഒരു കല്ല് പോലും ആ സിവിൽ സ്റ്റേഷൻ പണിയാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. ഞാൻ മനോഹരമായിട്ടൊരു സിവിൽ സ്റ്റേഷൻ, അതിന് മിനി എന്ന് ചെറുതായിട്ട് എഴുതിയിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ചെന്ന് കണ്ടാലും, കാരണം അത് മിനി അല്ല. കേരളത്തിലെ ഏറ്റവും വലിയ സുവിശേഷമാണ് നമ്മൾ പണിതത്. തന്നെയുമല്ല അവിടെ വീണ്ടും അഡീഷണൽ ബ്ലോക്കുകളും 2 പണിതു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ സർക്കാർ ഓഫീസുകളും ഒരു കുടക്കീഴിൽ എന്ന പോലെ ഒരു വലിയ ഓഫീസ് സമുച്ചയത്തിനുള്ളിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തേത് സിവിൽ സ്റ്റേഷൻ. പിന്നെ അങ്ങനെ തുടങ്ങി എത്രയോ കാര്യങ്ങളാണ് ഈ ഇന്ത്യക്ക് മാതൃകയായി ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ MLA ആയി 2001 വന്ന സമയത്ത് എന്നെ കാണാൻ വന്നിരുന്ന ആളുകളിൽ കൂടുതലും പാവപ്പെട്ട സ്ത്രീകളാണ്. അവരൊക്കെ എന്നോട് പറയുന്ന ഏറ്റവും വലിയ വിഷമം, MLA ഞങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല, അച്ഛൻ ക്യാൻസർ രോഗിയാണ്, അമ്മ തളർവാദ രോഗിയാണ്, മക്കൾ SLCക്ക് ഒക്കെ പഠിക്കുന്നവരാണ്, അവർക്ക് പിന്നെ മണ്ണെണ്ണ വെളിച്ചത്തിൽ വരുമ്പോൾ അവർക്ക് അതിൻ്റെ പുകയടിക്കുമ്പോൾ അലർജി ഉണ്ടാകുകയാണ്. ഒരു വെളിച്ചം, ഒരു വൈദ്യുതി കണക്ഷൻ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നു. അപ്പോൾ ഞാൻ MLA ആയിരുന്നപ്പോൾ ഞാൻ ലെറ്റർ പാഡ് എഴുതി കത്ത് കൊടുക്കും. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുക്കും, അഡീഷണൽ ചീഫ് എഞ്ചിനീയർ കൊടുക്കും, AE കൊടുക്കും, കറണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു 2 മാസം കാത്തിരുന്നിട്ടും ആർക്കും കണക്ഷനൊന്നും കൊടുത്തില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താ ഇങ്ങനെ കണക്ഷൻ കൊടുക്കാത്തത്? ഇത്രയും പാവപ്പെട്ട ആളുകൾക്കില്ലേ, ആയിരക്കണക്കിന് ആൾ കണക്ഷൻ കിട്ടാത്തൊരു സാഹചര്യം എത്ര വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണക്ഷൻ കൊടുക്കേണ്ടതല്ലേ? അപ്പോൾ അവരെന്നോട്, സാറേ ഇവിടെ കറണ്ട് കണക്ഷൻ കൊടുക്കാനായിട്ട് ഇവിടെ ട്രാൻസ്ഫോമറില്ല, വൈദ്യുതി ലൈൻ ഇല്ല, പോസ്റ്റുകളില്ല, സാമ്പത്തികമില്ല, ഞങ്ങളെങ്ങനെ കൊടുക്കും? അപ്പോൾ ഞങ്ങൾ എത്ര വിചാരിച്ചാലും കൊടുക്കാൻ കഴിയില്ല, ഞങ്ങൾ MLAയുടെ കത്തിനെ ഒന്നും അവഗണിച്ചതല്ല എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ നമുക്കൊരു വഴി കണ്ടെത്തണമല്ലോ. ഇങ്ങനെ ഒരു MLA ആയി ഞാൻ നിൽക്കുമ്പോൾ എന്നിലൊരു പ്രതീക്ഷ ജനങ്ങൾ, പാവപ്പെട്ട ആളുകൾ പ്രത്യേകിച്ചും വയ്ക്കുമ്പോൾ അവരോട് സാധിക്കില്ല എന്ന് പറയുന്നതല്ലല്ലോ ഒരു MLAയുടെ, സാധിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. കറണ്ട് കണക്ഷൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും, എൻ്റെ നിയമത്തിൽ ആർക്ക് കറണ്ട് കണക്ഷൻ കിട്ടണം ആഗ്രഹിക്കുന്നു, സാമ്പത്തികം ഉള്ളവനാകട്ടെ സാമ്പത്തികം ഇല്ലാത്തവനാകട്ടെ ഏത് തരത്തിലുള്ളവനാകട്ടെ,
എല്ലാവർക്കും ഞാൻ കറണ്ട് കണക്ഷൻ കൊടുക്കാൻ പോകാമെന്ന്. അങ്ങനെയാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ നിയോജകമണ്ഡലമായിട്ട് അത് അവരെന്നോട് ചോദിക്കുന്നത് വെച്ചാൽ ഇത് എനിക്ക് എന്താ വല്ല കുഴപ്പമുണ്ടെന്ന് എന്നോട് ചോദിക്കുന്നത്. ഞാൻ പറയില്ല, ഒരു ടീമായിട്ട് എന്നാൽ ചെയ്യുന്നത്. ഞാൻ അതിനുള്ള സാങ്കേതിക വിഷയങ്ങൾ പരിഹരിച്ച് സാമ്പത്തിക കാര്യങ്ങളൊക്കെ കണ്ടെത്തി സകല ആളുകൾക്കും കൊടുത്തു. പാവപ്പെട്ട സാധാരണ ആൾക്കാർക്ക് എത്ര 14 പോസ്റ്റ് വരെ ഇട്ടിട്ട് 14 പോസ്റ്റ് വരെ ഇട്ടിട്ട് ഞാൻ കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ശരി, അതെ, എത്ര ആൾ കണക്ഷൻ. അപ്പോൾ അത് സംഭവിച്ചതെന്നറിയോ, അത് പ്രഖ്യാപിക്കുന്ന ആരാന്നറിയോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായ എ കെ ബാലൻ പ്രഖ്യാപിക്കുന്നത്. എ കെ ബാലൻ അദ്ദേഹത്തിന് എതിരായി നിൽക്കുന്ന ഒരു മുന്നണിയിലെ ഒരു MLA-യുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആ MLA-യുടെ പരിശ്രമഫലമായി ഇന്ത്യക്ക് മാതൃകയായി വൈദ്യുതി കണക്ഷൻ കൊടുത്തു എന്ന് പ്രഖ്യാപിക്കാനായിട്ട് തയ്യാറാകണമെന്നുണ്ടെങ്കിൽ വെറുതെ പ്രഖ്യാപിക്കില്ലല്ലോ, സത്യസന്ധമാണെങ്കിലേ പ്രഖ്യാപിക്കുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ടായി നേട്ടം എന്താണെന്നറിയോ? ഇന്ത്യ മുഴുവൻ അങ്ങനെ സംഭവിച്ചു. അതിനുശേഷം ജില്ലകൾ വൈദ്യുതീകരിച്ചു, പിന്നെ അതിനുശേഷം സംസ്ഥാനം വൈദ്യുതീകരിച്ചു. ഒരു സംസ്ഥാനത്തെ, ഒരു ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങളെ ഒക്കെ തന്നെയും ജനങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ കൊടുക്കുക എന്നുള്ള പ്രാഥമിക ആവശ്യം നിർവഹിക്കാനായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, മനസ്സുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ എന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തു. അതാണ് ഇന്ത്യയിൽ ഇരിങ്ങാലക്കുട ഒന്നാമതെത്തിയത് ഞാൻ പറയാൻ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഞാൻ MLA ആയിരുന്ന ഇത് തന്നെയാണ്. എങ്ങും കമ്പ്യൂട്ടറൊന്നുമില്ല. വലിയ വ്യവസായശാലകൾ, വ്യാപാരശാലയിൽ വലിയ കമ്പ്യൂട്ടർ ഉണ്ടാവും, ഒരാൾക്ക് ഒരു കമ്പ്യൂട്ടർ ഇല്ല. അപ്പോൾ എൻ്റെ മനസ്സ് സ്വപ്നം കണ്ടു, കുട്ടികളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കണം. എൻ്റെ കുട്ടികളെ, അതായത് എൻ്റെ നിയമമണ്ഡലത്തിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളാണ്. ആ കുട്ടികളെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചാൽ അത് വലിയ മാറ്റം ഉണ്ടാകും, കേരളം അത് ഏറ്റെടുക്കും. ഞാൻ അതിനുള്ള പരിശ്രമം നടത്തി. എന്നോട് ഒരുപാട് എതിർപ്പുണ്ടായി, മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും. ഇതൊക്കെ വല്ലതും സാധിക്കുമെന്നൊക്കെ അവർ ചോദിച്ചു. ഈ കുഞ്ഞുങ്ങളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ സാധിക്കും? ഞാൻ പറഞ്ഞു, അവർ ഇനി കളിപ്പാട്ടം പോലെ ആണെങ്കിലും അവർ കണ്ടാലുണ്ടല്ലോ കുഞ്ഞു കുട്ടികൾ, ആ കീബോർഡും മൗസും ഒക്കെ പൊക്കി അങ്ങനെയൊക്കെ എടുത്ത് തൊട്ടും പിടിച്ചൊക്കെ വന്നാൽ അതിൽ പരിചിതമാകും. അങ്ങനെ അവർ പഠിക്കും. കമ്പ്യൂട്ടർ എല്ലാവർക്കും കൊടുത്ത്, അധ്യാപകരില്ലാത്തടത്ത് ഗസ്റ്റ് ലെക്ചർമാരെ പഠിപ്പിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു കൊടുത്ത് എല്ലാവരെയും കമ്പ്യൂട്ടർ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ 8 മാസം കൊണ്ട് ഞാനത് പ്രഖ്യാപിച്ചു. അന്ന് E.T. മുഹമ്മദ് ബഷീറ, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം വന്നു. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ ആയിരക്കണക്കായ കുട്ടികളെ വിളിച്ചു കൂട്ടി. അങ്ങനെ കേരളത്തിൽ ആദ്യമായി എല്ലാ കുട്ടികളെയും കമ്പ്യൂട്ടർ സാക്ഷരതാക്കിയ നിയമമണ്ഡലം ഏതാ? ഇരിങ്ങാലക്കുട. അങ്ങനെ വന്നപ്പോൾ അത് കേരളം ഏറ്റെടുത്തു, മറ്റുള്ള MLA-മാർ ഏറ്റെടുത്തു. എങ്ങനെയാണ് സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണത്തിലേക്ക് പോയത്? അതുപോലെ നമ്മുടെ സാംസ്കാരികോത്സവം തനിമ, അതൊരു ഇൻ്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിവലാണ്, ദ ഫെസ്റ്റിവൽ ഓഫ് യൂണിറ്റി. എല്ലാ ആളുകളെയും ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ടുള്ള ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഇരിങ്ങാലക്കുടക്കാരെല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളാണ് എന്ന ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുത്ത് തന്നെ എല്ലാവരെയും പങ്കാളിത്തം കൊടുത്തു. ഒരു വെറുതെ ഒരു സാംസ്കാരികോത്സവം ഒരു ദിവസം കൊണ്ട് നടത്തലല്ല, 3-4 മാസം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അതിനകത്ത് അധ്യാപക സംഗമങ്ങൾ, വിദ്യാർത്ഥി സംഗമങ്ങൾ, ജനപ്രതിനിധികളുടെ സംഗമങ്ങൾ, വ്യാപാരികളുടെ സംഗമങ്ങൾ, അങ്ങനെ എല്ലാ വിഭാഗം ആളുകളുടെ സംഗമങ്ങളും ചെറിയ ചെറിയ പരിപാടികളും ഒക്കെ നടത്തി പഞ്ചായത്തുകളെയൊക്കെ അതിനെ കൂട്ടിയോജിപ്പിച്ച് അതിനെ നമ്മളൊരു വലിയ കൂട്ടായ്മയാക്കി മാറ്റി. ഇരിങ്ങാലക്കുട ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ സുസ്ഥിരമായ സേവനം അനുഷ്ഠിച്ച ആളുകളെ തന്നെയും നമ്മൾ അനുസ്മരിക്കും. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകളെയും ആദരിക്കും. എല്ലാ പാരമ്പര്യങ്ങളെയും നമ്മൾ സ്മരിക്കും. എല്ലാ വിഭവങ്ങളും അവിടെ ഒരുക്കി കൊടുക്കും. നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ കുട്ടികൾക്കും കലാകാരന്മാർക്കും അവതരിപ്പിക്കാനുള്ള ചാൻസുകൾ കൊടുക്കും. തന്നെയുമല്ല, അവർ വലിയ നിലയിലുള്ള കലാപരിപാടികൾ ഇന്ത്യയിലെയും ലോകത്തിൻ്റെയുമുള്ള ആളുകൾ അവിടെ കൊണ്ടുവരും. ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്, 10,000 വന്നു ചേർന്നു. ഒടുവിൽ വന്നത് എന്താ? ഒരു വലിയ തിരുവാതിരകളി 5213 സഹോദരിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ തിരുവാതിരകൾ നടത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡ് മേടിച്ചില്ലേ? അപ്പോൾ എന്താ ലോകത്തിലെ വീണ്ടും ഒന്നാമതായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ ഈ ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചത്? പിന്നെ ഏത് മേഖലയിലാണ് ഉണ്ടാകാത്ത കുടിവെള്ളം, വടിയൂർ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ എത്രയോ പഞ്ചായത്തിൽ നടത്താനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ റോഡുകൾ എത്ര നന്നാക്കി. നമ്മുടെ ഈ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ ബലഹീനമായ എല്ലാ പാലങ്ങളും ഞാൻ പുതുക്കിപ്പെടുത്തു. ഞാൻ വന്ന സമയത്ത് കരുവന്നൂർ പാലത്തിലൂടെ വണ്ടി പോകുകയില്ല ആളുകളെയും കൊണ്ട്. കരുവന്നൂർ പാലത്തിൻ്റെ ഇപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട് ആളുകൾ അവിടെ ഇറക്കും. എന്നിട്ട് കാലി വണ്ടിയാണ് പാലം കടന്ന് അപ്പുറത്തോട്ട് പോകുന്നത്. അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ ഈ പാവപ്പെട്ട ആളുകളെല്ലാം ഓടിച്ചെല്ലും ആ വണ്ടിയൊക്കെ ഇറക്കും. ഇത് ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാകുന്നത്? ഞാൻ തീരുമാനമെടുത്തു, ഇമ്മീഡിയറ്റ് ആയിട്ട് പുതിയ പാലം പണിയാൻ തീരുമാനമെടുത്തു. കരൂരിലെ പാലം ഇപ്പോഴും ബലിഷ്ടമല്ലേ? ചെവിയേക്കായിൽ പോകുന്നതല്ലേ? എത്രയും ബലിഷ്ടമായിട്ടുള്ള പാലമാണ്. ഞാൻ ആദ്യം പണിതില്ലേ. അങ്ങനെ 15 PWD മിനിസ്റ്റർ ഡോക്ടർ മുനീറായിരുന്നു. അങ്ങനെ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലെ 15ഓളം പാലം, 16 പാലങ്ങൾ ഞാൻ പുതുക്കി പണിതു. അതറിയോ? ആ പാലങ്ങൾ പുതുക്കി പണിതൊരു സാഹചര്യം ഉണ്ടായി. റോഡുകൾ നവീകരിച്ചിട്ടുള്ള ഇതുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ബജറ്റിലൂടെയാണ് നമ്മൾ ഈ താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കി മാറ്റിയത്. അതെ, ബജറ്റിലൂടെയാണ്. കാരണം 2013-14 ബജറ്റിലാണ് ബഹുമാന്യനായിട്ടുള്ള KM മാണി സാർ, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി,
ബഹുമാന്യനായിട്ടുള്ള സ്വർഗസ്ഥനായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 2013-14 ബഡ്ജറ്റിലാണ് ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായത്. പ്രഖ്യാപനം ഉണ്ടായത് മാത്രമല്ല കേട്ടോ, അതിനാവശ്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ തന്നു, ടെക്നിക്കൽ സാങ്ഷൻ തന്നു, 11 കോടി രൂപ അത് ലാൻഡ് അക്വിസിഷനും അതോടൊപ്പം തന്നെ ഇത് ഡെവലപ്മെൻറ്റിന് വേണ്ടി ആദ്യം തന്നു. അതിനുശേഷം അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ നടത്താനുള്ള നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. സകല കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റി ആ 2016 ഇലക്ഷൻ നടത്തുന്നതിന് മുമ്പ്. അപ്പോൾ 2016 ഇലക്ഷന് മുമ്പ് ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു വെച്ചു എന്നുള്ളത് അറിയാവുന്ന ഇടതുപക്ഷത്തിൻ്റെ എൻ്റെ സഹോദരന്മാർ അവിടെ പ്രകടനപത്രം എഴുതി വെച്ചത് എന്താണെന്നറിയോ? അന്ന് അരുണൻ മാസ്റ്റർ മത്സരിച്ചു കേട്ടോ, ഇടതുപക്ഷ മുന്നണി. അദ്ദേഹത്തിൻ്റെ പ്രകടനപത്രം എഴുതി വെച്ചിരിക്കുകയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചാൽ 6 മാസത്തിനകം ഡാണ ചന്തക്കുന്ന് റോഡ് വികസനം പൂർത്തിയാക്കുമെന്ന്. അതിൻ്റെ അർത്ഥം എന്താ സബി? പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുള്ളത് കൊണ്ടല്ലേ, ഇല്ലാത്തത് പൂർത്തീകരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ പറയുന്ന നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ഇപ്പോഴത്തെ MLA ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരർത്ഥവും ഇല്ലെന്ന് അവർ തന്നെ രേഖ കൊണ്ട് തരികയുള്ളൂ. തന്നെയുമല്ല, ഇത് ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ സഹിച്ച എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ടിയിട്ടല്ല, ഒരു സാമാന്യമായിട്ട് നീതിബോധം വേണ്ടേ, ഒരു നീതിബോധം വേണ്ടേ? അപ്പോൾ ഇങ്ങനെ പറയുക ഡാണ ചന്തക്കുന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെതാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് തോമസ് ഉണ്ണിയാടൻ എന്നൊരു പാവപ്പെട്ടവൻ്റെ പേര് പോലും ഇല്ല, നമ്പാടൻ മാഷ് എന്നൊക്കെ പറയണത്. അങ്ങനെ പറയരുതല്ലോ. ഞാൻ പറയുന്നുണ്ടല്ലോ, ബഹുമാനിയായിട്ടുള്ള ബിന്ദു മന്ത്രി ഞാൻ ഈ കൊണ്ടുവന്ന പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇപ്പോഴും അതിൽ വഴി നടക്കാൻ പറ്റില്ല, ഒരു ഇരിങ്ങാലക്കുടനാണല്ലോ, ഇപ്പോഴും വഴി നടക്കാൻ പറ്റില്ല. 10 വർഷം കൊണ്ട് പണി തീർത്തിട്ടില്ല കേട്ടോ, ഇപ്പോഴും താറുമാറായി കിടക്കുക എന്നിട്ടും ഇത് പറയുമ്പോൾ ആ ഒരു 10 വർഷം എടുത്തിട്ട് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു ബഹുമാനിയായിട്ടുള്ള മന്ത്രി ഇതേ സംബന്ധിച്ച് പറയുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ ബന്ധു മന്ത്രിക്ക് കുറച്ച് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായല്ലോ. അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണെന്ന്. നമ്മളൊരു കാര്യം പറയുമ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ മഞ്ഞക്കണ്ടം മാറ്റി വയ്ക്കണം. ഈ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പുതിയൊരു കുഴപ്പമാണ്, തമിഴ്നാട്ടിലൊന്നും ഇല്ലാത്ത കുഴപ്പമാണ്, ഗുണം അത്. കാരണം വെച്ചാൽ അത് ഒരു ഗവൺമെൻറ്റും മറ്റൊരു ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുകയോ അത് ബ്രേക്ക് ചെയ്യുകയൊന്നും ചെയ്യില്ല, മനസ്സിലായല്ലോ. ഇവിടെ ഇത് എന്ന് വെച്ചാൽ ഇതെല്ലാം എനിക്ക് ഭയങ്കരമായ നിലയിൽ അനുഭവപ്പെട്ടതും ജനങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഡാണ ചന്തക്കുന്ന് ഭാഗത്തുനിന്ന് തിക്കും തിരക്ക് ഒഴിവാക്കാനായിട്ടായി എൻ്റെ ഫാമിലിയിലുണ്ടായ ഒരു കാര്യമാണിത്. അത് ഞാൻ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിച്ചത്. അതാണ് ഗവൺമെൻറ് സമീപിച്ചത്. ഉമ്മൻചാണ്ടി സാറിൻ്റെയും മാനസാറിൻ്റെയും കാലും കൈയൊക്കെ പിടിച്ച് ആ പദ്ധതിക്ക് പണം അനുവദിപ്പിച്ചതും ബഡ്ജറ്റ് പ്രഖ്യാപനം നടത്തിയതും സകല നടപടിയും ചെയ്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിരിക്കെ വീണ്ടും ഇത് പറഞ്ഞപ്പോൾ സെബി ഞാൻ എന്ത് ചെയ്തത്? ഇങ്ങനെ പറയുന്നത് ശരിയല്ലോ. ഞാൻ വിവരാവകാശ രേഖയ്ക്ക് കൊടുത്തു, വിവരാവകാശ രേഖ അടിച്ചു തന്നു. ആരെ ഗവൺമെൻറ് കാലഘട്ടത്തിലാണെന്ന് പറയും. കൃത്യമായ വിവരാവകാശ രേഖ ആർക്കും കാണാവുന്നതിൽ ഇപ്പോൾ പബ്ലിക് ഡോക്യുമെൻ്റ് അല്ലേ. 2013-14 കാലഘട്ടത്തിൽ UDFൻ്റെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതിയാണെന്നും അതിന് AS കിട്ടിയെന്നും TS കിട്ടിയെന്നും എല്ലാം വ്യക്തമായിട്ട് നല്ല വെള്ള പേപ്പറിൽ കറുത്ത അക്ഷി കൊണ്ട് പ്രിൻ്റ് ചെയ്ത് കണ്ടില്ല. ആർക്കും കാണിക്കാൻ, ആർക്ക് വേണമെങ്കിലും കാണാൻ കൊടുക്കാൻ തയ്യാറാണത്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഒട്ടും രാഷ്ട്രീയ മര്യാദയല്ല. അതങ്ങനെ. പിന്നെ താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കി മാറ്റിയത് എൻ്റെ സ്വപ്നമായിരുന്നു. ഇരിങ്ങാലക്കുട സാധാരണക്കാരായ ആളുകൾക്ക് മികച്ച ചികിത്സ കൊടുക്കണമെന്നുള്ളത്. അതിൻ്റെ പേരിൽ ഇതുപോലെ ബഡ്ജറ്റ് കൊണ്ടുവന്നു. 100-ൽ അധികം ആളുകളെ സ്റ്റാഫിനെ ഞാൻ വെപ്പിച്ചിട്ടാണ് അത് പൂർത്തീകരിച്ചത്. തന്നെയുമല്ല 5 നില കെട്ടിടത്തിൻ്റെ 2 നില ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് പൂർത്തീകരിച്ചു കേട്ടോ. അത് ഫൗണ്ടേഷൻ സ്റ്റോൺ നോക്കിയാൽ കാണാം. പിന്നെ മദർ ആൻഡ് ചൈൽഡ് എന്നുള്ള 10 കോടി രൂപ അന്ന് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ വഴി ഞാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിപ്പിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് അനുവദിപ്പിച്ചു വന്നതാണ് മദർ ആൻഡ് ചൈൽഡ് 10 കോടി രൂപയുടെ. അങ്ങനെ 10 കോടി രൂപയുടെ മദർ ആൻഡ് ചൈൽഡ് പിന്നെ ഹോസ്പിറ്റലും ഈ ജനറൽ ആശുപത്രിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് പുതിയ സ്റ്റാഫുകൾ വെച്ചതും പുതിയ കെട്ടിടങ്ങൾ ചെയ്തതും എല്ലാം രേഖകൾ നോക്കിയാലും വസ്തുത പരിശോധിച്ചാലും സത്യസന്ധമായ ഒരാൾ കാണാൻ കഴിയുന്നത് അത് ഐക്യജനാധിപത്യ മുന്നണിയുടേതാണ്. എൻ്റെ കാലഘട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ സഹകരണത്തോടെ ലഭിച്ചിട്ടുള്ളതാണ്. എത്രയോ പദ്ധതി. ആളൂർ പോലീസ് സ്റ്റേഷനൊക്കെ ഒരു വലിയ സ്വപ്നമല്ലായിരുന്നു. നമ്മുടെ ഇലക്ഷൻ്റെ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് തലേ ദിവസമാണ് അതിൻ്റെ പോസ്റ്റ് ഗ്രേഷൻ പോലും കിട്ടിയത്. ഞാൻ പോരാടി കിട്ടിയതാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ. എത്രയോ റെയിൽവേ മേൽപ്പാലങ്ങൾ, എത്രയോ അംഗനവാടികൾ, എത്രയോ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സമസ്ത മേഖലയിലും, ഞാൻ പറയട്ടെ എല്ലാ മേഖലയിലും ഒരു
വികസനത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ കാലഘട്ടം തന്നെയാണ് ഈ 15 വർഷ കാലഘട്ടം. ഈ കാക്കത്തുരുത്തി വ്യവസായ പാർക്കിനെ കുറിച്ച് അന്ന് എന്തോ ഇതുണ്ടായി. കാക്കത്തുരുത്തി വ്യവസായ പാർക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ CB വലിയ വിഷമം തോന്നുക. ഒരു മേഖലയ്ക്ക് ഉയരാൻ കഴിയുമായിരുന്നൊരു സാഹചര്യം. കിൻഫ്ര പാർക്ക് പുതിയ അതിനോ മറ്റേ ടെക്നിക്കൽ സാങ്ഷനോ അല്ലെങ്കിൽ അതിന് മന്ത്രിസഭ എത്രയോ നാളുകളായി അവിടെ ആ സ്ഥലമെടുത്ത് നമ്മൾ പോയപ്പോൾ അതിന് ചില സാങ്കേതിക വിഷയങ്ങളൊക്കെ പലരും ഉന്നയിച്ചു. ചില പരിസരവാസികളൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉന്നയിച്ച അവസാനം അതെല്ലാം പരിഹരിച്ചു അവസാനം മന്ത്രിസഭ കൂട്ടായി തീരുമാനമെടുത്തു കൊടുത്തു. പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായപ്പോൾ എത്രയോ വ്യവസായശാലകൾ വരുമായിരുന്നല്ലോ. എത്ര യുവാക്കൾക്ക് ആ മേഖലയിൽ തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ മേഖല മുഴുവൻ വളരില്ലേ? അതല്ലേ നമ്മൾ കാണേണ്ടത്. ഒരു വ്യവസായ സംബന്ധിച്ച് ഒന്നുമില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും ആരുമില്ല. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ അന്താരാഷ്ട്ര കലാ പൈതൃക നഗരം ഇരിങ്ങാലക്കുടയെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു നിയോജകമണ്ഡലമാക്കാൻ കഴിയുമായിരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഈ അന്താരാഷ്ട്ര കലാ പൈതൃക നഗരം. അത് ബഡ്ജറ്റിൽ കൊണ്ടുവന്ന് പ്രഖ്യാപിച്ച് അതിന് ASും TSും എല്ലാം നൽകി ടോക്കൺ പ്രൊവിഷൻ വെച്ച് അതിലേക്കുള്ളൊരു ഗവേണിംഗ് ബോഡി തീരുമാനിച്ചു. കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറാണ് എൻ്റെ അധ്യക്ഷൻ 4 പ്രാവശ്യം യോഗം ചേർന്ന് ഗവേണിംഗ് ബോഡി ആ പദ്ധതി നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പഴയ ഒരു വില്ലേജ് ഓഫീസ് എടുത്ത് ആ ഓഫീസിൻ്റെ പ്രവർത്തനം പോലും അന്ന് ആരംഭിച്ചിരുന്നു. അങ്ങനെ ഈ നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ അയ്യങ്കാവ് മൈതാനത്തിൻ്റെ തൊട്ട് കിഴക്ക് വശമുള്ള പഴയ വില്ലേജ് ഓഫീസ് കെട്ടറല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി നടത്താൻ വേണ്ടിയിട്ട് ഓഫീസാക്കി എടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വന്നാലുള്ള സൗകര്യം എന്താണെന്നല്ല, 100ഓളം ഏക്കറിൽ വരിക. വിവിധ രാജ്യങ്ങളുടെ അല്ല ഇപ്പോഴത്തെ മിനിസ്റ്റർ അത് പറയണ്ടല്ലോ, അതായത് ജയചന്ദ്രൻ്റെയും ഇന്നസെൻറ്റിൻ്റെയും പേരിൽ കലാപൈതൃക മ്യൂസിയം ഒരിക്കട്ടെ. ഇതൊക്കെ പറഞ്ഞോട്ടെ, ഇതൊന്നും എനിക്ക് അതിനകത്ത് യാതൊരു വിഷമവുമില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോട്ടെ, അതൊക്കെ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തരുത്. ഇതൊക്കെ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? ഇപ്പോൾ തുടങ്ങി വെച്ചു. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഈ പിന്നെ ഡാണ ചന്തക്കുന്നിൻ്റെ വികസന കാര്യം പറഞ്ഞില്ലേ, എൻ്റെ സെവി ആരും MLA ആയാലും നടത്താതിരിക്കാൻ പറ്റില്ല. MLA ആരും ഉണ്ടായില്ലേ നടത്താതിരിക്കാൻ പറ്റില്ല. എല്ലാം കഴിഞ്ഞില്ലേ, അതിൻ്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞില്ലേ. ഇപ്പോൾ ആരില്ലെങ്കിലും ഞങ്ങളുടെ ആശുപത്രി 5 നില കെട്ടിടത്തിന് പ്ലാൻ ചെയ്ത് പണി തുടങ്ങിയിട്ട് 2 നില കഴിഞ്ഞപ്പോൾ 3 നിലയിൽ ആര് എന്തായാലും പണിയില്ലേ. അഡീഷണൽ ഫണ്ട് വേണമായിരിക്കും. അതുപോലെ 1-ാം തരമായ കോട്ട് സമുച്ചയം, ഇതുപോലെ ബഡ്ജറ്റ് പ്രഖ്യാപനം. ആ കോട്ട് സമുച്ചയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ഇപ്പോഴും തോമസ് ഉണ്ണിയാടനെയോ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അംഗീകരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. ഞാൻ MLA ആയ സമയത്ത് അന്ന് കേരളത്തിന് ചീഫ് ജസ്റ്റിസ് വന്നാണ് നിർമ്മാണോദ്ഘാടനം നടത്തിയത്. സെബി ഒരു പത്രപ്രവർത്തനം കൂടിയാണല്ലോ, എനിക്കറിയാമല്ലോ. അതിൻ്റെ അധ്യക്ഷനായിരുന്നു ഹൈക്കോടതിയിലെ വേറൊരു സീനിയർ ജഡ്ജി. അത് രാമകു പ്രകാശൻ ആരായിരുന്നു, തോമസ് ഉണ്ണിയാടൻ MLA. അതിൻ്റെ പണി തുടങ്ങി 2 നില കെട്ടിടം പണി കഴിഞ്ഞു കേട്ടോ. 10 വർഷമായിട്ട് അത് പൂർത്തീകരിച്ചിട്ടില്ല. എന്നിട്ട് പറയുകയാണ് ഇതെൻ്റെ പദ്ധതിയാണ്. ഇത്തവണ അങ്ങ് ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ജില്ലയും ഇതൊക്കെ ഈ പഴയ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവും? പഴയ സ്വപ്നങ്ങൾ മാത്രമല്ല സെബി, പുതിയ സ്വപ്നങ്ങൾ ഞാൻ കണ്ടിരിക്കുക. അതറിയോ, ഈ പഴയ സ്വപ്നങ്ങളൊന്നും പോരിനി. ഞാൻ 10 വർഷത്തിന് മുമ്പാണ് MLA ആയത്. 10 വർഷം കഴിഞ്ഞ് ഇനി ഞാൻ MLA ആയി ഒക്കെ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ 10 വർഷത്തിന് മുമ്പ് ചിന്തിച്ച് പോരാ. ഇപ്പം വലിയ മാറ്റങ്ങളല്ലേ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കൊടുത്തെന്ന് പറഞ്ഞല്ലോ. അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം അനിവാര്യമായിരുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ ഇനി AI അല്ലേ നമുക്ക് വേണ്ടത്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമല്ലേ. അതുപോലെ ഇനി ഞാൻ പറഞ്ഞ പോലെ സിവിൽ സ്റ്റേഷൻ പണിതു, ആശുപത്രി പണിതു, കോടതി ഇത് കൊണ്ടുവന്നു, അങ്ങനെ മറ്റ് വികസന കാര്യങ്ങൾ കൊണ്ടുവന്ന് അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യമായി. ഇനി ഞാൻ വരുമ്പോൾ ഞാൻ 50 വർഷം മുന്നിൽ ചിന്തിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു മനോഹരമായിട്ടുള്ള ഒരു പുതിയ ഇരിങ്ങാലക്കുടയെക്കുറിച്ച് ചിന്തിക്കണം എല്ലാ മേഖലയിലും. ഇപ്പോൾ ഞാൻ കാണുന്നത് കുട്ടികൾക്ക് AI കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയണം. പിന്നെ വിവരസാങ്കേതിക മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടല്ലോ. ആ മുന്നേറ്റം കാണുമ്പോഴത്തേക്ക് എൻ്റെ പ്രായമുള്ള ആളുകളോ എൻ്റെ അല്പം പ്രായം കുറഞ്ഞ ആളുകളോ കൂടുതൽ ആളുകൾക്കോ അവരാരും ഒരു ഡിജിറ്റൽ എഡ്യൂക്കേറ്റഡ് അല്ല. നമുക്ക് യുവാക്കൾ ഡിജിറ്റൽ എഡ്യൂക്കേറ്റഡാണ്. അല്ല, ഇപ്പോൾ നമ്മുടെ എല്ലാ സംവിധാനവും ഡിജിറ്റൽ സംവിധാനം. നമുക്ക് ഇപ്പോൾ ഇനി കറണ്ട് ചാർജ് അടയ്ക്കാൻ അവിടെ പോകണ്ട, ഒരു സർക്കാർ ഫീസ് അടയ്ക്കാൻ എങ്ങും പോകണ്ട. അതുപോലെ ഓരോ തരത്തിലുള്ള കാര്യങ്ങളുടെ പേയ്മെൻ്റ് എല്ലാം ഇപ്പോൾ നമുക്ക് വീട്ടിൽ നടത്താം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കമ്പ്യൂട്ടർ നോക്കി നമുക്ക് ചെയ്യാനായിട്ട് കഴിയും.
നമുക്ക് മൊബൈൽ ഫോൺ വെച്ച് നോക്കും. അപ്പോൾ വയോജനങ്ങൾക്ക് ഡിജിറ്റൽ സാക്ഷരതയാണോ? വയോജനമല്ല, എല്ലാ ആളുകൾക്കും നമ്മൾ ഒരു ഡിജിറ്റൽ ഇൻക്ലൂഷൻ, ഓൾ ഇൻക്ലൂഷൻ ഓഫ് ഓൾ പീപ്പിൾ, എല്ലാ ആളുകളെയും ഡിജിറ്റൽ ഓൾ ഇൻക്ലൂഷൻ, എല്ലാവരും പെടുത്തണം അതിനകത്ത്. ഓക്കെ, അതാണ് കൊണ്ടുവന്നു കഴിഞ്ഞു. ഞാൻ എല്ലാ വീടുകളിലും സ്മാർട്ട് ഫോൺ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യും. എല്ലാ വീടുകളിലും സ്മാർട്ട് ഫോൺ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പാക്കും. ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ ഇൻക്ലൂഷൻ എന്ന പോലെ തന്നെ നമുക്ക് എല്ലാ ആളുകളെയും ഓരോ തരത്തിലും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കണം. കുട്ടികൾ, യുവാക്കൾ, അവരെയൊക്കെ നമുക്ക് അതിലേക്ക് പ്രാപ്തരാക്കണം. അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് ചെയ്യണം. ഈ നമ്മുടെ ആളുകളെല്ലാവരും പഠിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ പുറത്ത് പോകാനും ഒക്കെ ഉള്ള ടെൻഡൻസി ഉണ്ടല്ലോ. ഇവിടെ തന്നെ നിർത്താനുള്ള സാഹചര്യം നമ്മൾ ചെയ്യണമെന്നേ. ഇരിങ്ങാലക്കുട എല്ലാത്തിനും ഒരു മോഡലാക്കണം. അപ്പോൾ ഞാൻ ചിഹ്നം എന്നാന്ന് അറിയുമോ? ഓട്ടോറിക്ഷയാണ്. ഈ ഓട്ടോറിക്ഷ ചിഹ്നം വന്നപ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു. എൻ്റെ സ്വന്തം ചിഹ്നമല്ലേ, ഞാൻ ഇരിങ്ങാലക്കുടയിലെ എല്ലാ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡുകളും ഹൈടെക് ആകാൻ പോകും. എല്ലാ അംഗീകൃത ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളെല്ലാം ഹൈടെക് ആക്കും. ഹൈടെക് ആക്കാമെന്ന് അറിയാമല്ലോ. ഞാനാണ് കേട്ടോ ആദ്യമായിട്ട് ഈ ഇതൊക്കെ ബസ് സ്റ്റോപ്പുകൾ അനുവദിച്ച് ബസ് എല്ലാം കൊണ്ടുവന്നു ഞാനാണ്. അതുകൊണ്ട് ഞാൻ ഈ സ്വപ്നം കാണുന്നു, എൻ്റെ ചിഹ്നമായ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുന്ന രക്തമേർപ്പാക്കി പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ, അവരുടെ എല്ലാ സ്റ്റോപ്പുകളും അംഗീകൃത ഓട്ടോ സ്റ്റാൻഡുകൾ ഞാൻ ഹൈടെക് ആക്കും. അത് കേരളത്തിന് മാതൃകയായി. ഇതെല്ലാം നമ്മൾ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ പറ്റില്ല എന്നെല്ലാവരും പറഞ്ഞല്ലോ. കുട്ടികൾക്ക് സ്കൂൾ ബസ് പോലും കൊടുക്കാൻ സമ്മതിക്കുമായിരുന്നില്ലല്ലോ. സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കാനായിട്ട് സമ്മതിക്കില്ലായിരുന്നല്ലോ. എല്ലാ സർക്കാർ സ്കൂൾ കെട്ടിടങ്ങളും നന്നായി ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഞാൻ കേട്ടോ. ഞാൻ ടച്ച് ചെയ്യാത്ത ഒരു മേഖലയും. അപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ UDF പ്രകടന പത്രികയിൽ പറയുന്ന 5 പരിപാടിയേക്കാൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഈ പരാമർശിച്ച കാര്യങ്ങൾ. അപ്പോൾ അതുകൂടാതെയാണ് ഇതൊക്കെ ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ച 5 പരിപാടികളുണ്ടല്ലോ. സർക്കാരല്ല, UDF, സോറി, സർക്കാരാകാൻ പോകുന്നു, സർക്കാർ രൂപീകരിക്കാൻ പോകുന്ന മുന്നണി, UDF മുന്നണി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ UDFൻ്റെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ക്യാബിനറ്റ് തന്നെ തീരുമാനമെടുക്കാൻ പോവുക ആ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇരിങ്ങാലക്കുടയിൽ MLA ആയി വരുമ്പോൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളാണ്. നമ്മളിതൊക്കെ തന്നെയും 5 പ്രഖ്യാപനങ്ങൾ എന്ന് പറയാനായിട്ട് എനിക്കിത് പറയാൻ കുറച്ചുകൂടെ ധാർമ്മികമായിട്ട് അവകാശമുള്ള പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഈ നമ്മുടെ ഈ യാത്രയുടെ ലാസ്റ്റ് സമ്മേളനം നടന്നത് തിരുവനന്തപുരത്താണ്. ആ യാത്ര രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബോർഡ് തന്നായിരുന്നു. ഞാൻ സ്റ്റേജിലുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയോട്. ഞാനും ഒരു ബോർഡ് പിടിച്ചിരുന്നു. അതിനകത്ത് പറഞ്ഞു, എല്ലാ സ്ത്രീകൾക്കും ബസ്സിൽ സൗജന്യ യാത്ര, എല്ലാ പെൺകുട്ടികൾക്കും 1000 രൂപ വീതം അലവൻസ്, അതുപോലെ 25 ലക്ഷത്തിൻ്റെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ഓരോ കുടുംബത്തിനും, നമ്മുടെ ക്ഷേമ പദ്ധതികൾ എല്ലാ ക്ഷേമത്തിനും 3000 രൂപയാക്കും. അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് അവരുടെ ഒരു വ്യവസായ മേഖലയിലെ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്കൊരു എൻകറേജ്മെൻ്റ് ആയിട്ടുള്ള ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കും. അങ്ങനെ 5 കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് ആദ്യത്തെ ക്യാബിനറ്റ് തന്നെ നടപ്പിലാക്കുമെന്ന് UDFൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞ പോലെ ഞാനിവിടെ MLA ആയി കഴിയുമ്പോൾ ഒരു സമഗ്ര മാറ്റം. പിന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ചെറിയ വിഷമം, അവർക്ക് കളിക്കാൻ ആവശ്യമായ കോർട്ടുകളില്ല, നവീന കോർട്ടുകൾ. ഇപ്പോൾ നമുക്കറിയാം പല സ്ഥലത്തും കോർട്ടുകളൊക്കെ, ടർഫ് ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട്. ഫുട്ബോളിൽ പൈസ കൊടുക്കണ്ടേ സബി? നമ്മുടെ സർക്കാർ പൈസ കൊടുക്കാതെ അതിന് ഗ്രൗണ്ട് വേണം. അപ്പോൾ ഞാൻ നോക്കി പറഞ്ഞ സർക്കാർ സ്കൂളുകളുടെ ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടുകളൊക്കെ നമുക്ക് ഹൈടെക് കാമേലേ എനിക്ക് പണം കണ്ടെത്താൻ പറ്റുമല്ലോ. പണം കണ്ടെത്തി സർക്കാർ പൊതുജനങ്ങൾക്ക് കൂടി അവൈലബിൾ ആക്കും. അവർക്ക് പബ്ലിക് അവർ സർക്കാരിൻ്റെ ആണല്ലോ ഇത് കൊടുക്കാൻ, അനുവാദം കൊടുത്തുകൊണ്ട് ചെയ്താൽ ആ നിലയിലേക്കാക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വലിയ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വരുത്താനായിട്ട് പറ്റും. അതെല്ലാ മേഖലയിലും മാറ്റം വരുത്താം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫീസുകളുണ്ടല്ലോ. ഇപ്പോൾ ജനറൽ ആശുപത്രി, ഇനിയിപ്പോൾ ഞാൻ കൊണ്ടുവന്ന ജനറൽ ആശുപത്രി, ഇനി അന്നത്തെ ജനറൽ ആശുപത്രിയുടെ പോരാ, ഇനിയും അത് നല്ല നിലയിൽ കൊണ്ടുവരണം. നല്ല ഹൈ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരണം, നവീനങ്ങളായ എക്സ്പെർട്ടായ ഡോക്ടേഴ്സിനെ കൊണ്ടുവരണം, പുതിയ മാമോഗ്രാഫി യൂണിറ്റ് പോലത്തെ അങ്ങനെയുള്ള പുതിയ പുതിയ സാങ്കേതികവിദ്യ, എല്ലാ ഓങ്കോളജി. ഇപ്പോൾ സിവിൽ സ്റ്റേഷൻ ചെറിയൊരു കാര്യം പറഞ്ഞാൽ അവിടെ ലിഫ്റ്റില്ല, ലിഫ്റ്റ് വെക്കണം, ആളുകൾ പ്രായമായ. അപ്പോൾ അതിൻ്റെ ഒരു നവീകരണം ഞാൻ നടപ്പിലാക്കിയിട്ടുള്ളതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യും, മോഡേണൈസേഷൻ ആക്കും. എല്ലാ മേഖലയിലും റോഡുകൾ മോഡേണൈസേഷൻ ആക്കും. ഈ ബസ്സുകളിലൂടെ മത്സരോട്ടമുണ്ടല്ലോ നിർത്തലാക്കും ഞാൻ, ഒരു സംശയം വേണ്ട. ഇനി ഒരു ജീവനും റോഡിൽ പൊലിയാൻ ഇരിങ്ങാലക്കുട ഭാഗത്ത് നമ്മൾ അനുവദിക്കില്ല.
റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യിപ്പിക്കണം, ശക്തമായ ഇടപെടൽ ഉണ്ടാക്കും. അതുപോലെ നമ്മുടെ കുട്ടികൾ ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ട കാലം നമ്മുടെ കുട്ടികൾ പോകുന്നു. അതിനൊക്കെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ കുട്ടികളെ, യുവാക്കളെ ഈ മയക്കുമരുന്ന് രക്ഷപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വികസനം സ്വയം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഇനിയുള്ള സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരാം. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അങ്ങ് പ്രതീക്ഷ വയ്ക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷം ജയിക്കാൻ പോവില്ലേ? കേരളത്തിന് മുഴുവൻ ഒരു UDF കാറ്റുണ്ട്. കേരളത്തിൽ UDF കാറ്റുണ്ടായില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ സ്ഥിതിയൊക്കെ വളരെ പരിതാപകരമാകും. കാറ്റൊന്നല്ല, അത് അതിശക്തമായ കാറ്റായിരിക്കും. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ 100 സീറ്റ് ചിലപ്പോൾ അതിൽ കൂടുതലായാലോ? നമ്മളതൊക്കെ തന്നെ ഇപ്പോൾ കുറച്ച് കളയണ, ചിലപ്പോൾ അതിൽ കൂടുതലായി എന്നിരിക്കും. എന്തായാലും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ. അത് അത്രമാത്രം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നാണ് അങ്ങനെ പറയുന്നത്. ഭരണവിരുദ്ധ വികാരം നന്നായിട്ടുണ്ടല്ലോ. ഭരണവിരുദ്ധ വികാരം എത്ര ശക്തമാണ്, അതിശക്തമാണ്. അതിനകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. സഭി കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് എത്രയാണ് സ്ഥിതി? വലിയ മുന്നേറ്റമല്ലേ ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയത്? 18-2. ഇടക്കാല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എത്ര മുന്നേറ്റം നടത്തിയത്? വലിയ മുന്നേറ്റം. ചേലക്കര ഒരു കാരണവശാലും ജയിക്കുകയില്ലാത്ത ചേലക്കരയിൽ പോലും 10,000 കുറച്ചുകൊണ്ട് വന്നു. എവിടെയൊക്കെ ജയിച്ചത്? പാലക്കാട് ജയിച്ചു, പിന്നെ നിലമ്പൂർ ജയിച്ചു, പുതുപ്പള്ളി ജയിച്ചു, തൃക്കാക്കര ജയിച്ചു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തിയ എല്ലാ സ്ഥലവും ജയിച്ചത് എങ്ങനെയാണ്? വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി. നിലമ്പൂർ പോലും അറിയാമല്ലോ ജയിച്ചു. തിരുവല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്താ? UDF പ്രതീക്ഷകൾ മുന്നേറ്റമല്ലേ എല്ലായിടത്തും നടന്നത്. അപ്പോൾ ലോക്സഭ തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ ഇരിങ്ങാലക്കുട നഗരസഭയിൽ തീർച്ചയായിട്ടും വലിയ ലീഡ് കിട്ടി. ആളൂർ പഞ്ചായത്തിലും പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ മറ്റ് പഞ്ചായത്തുകളിലൊന്നും അത്രമാത്രം സാന്നിധ്യം. അതെ, അതൊക്കെ ഒരു താൽക്കാലിക സംഭവങ്ങൾ മാത്രമാണ്. ഇരിങ്ങാലക്കുടയിലൊക്കെ മുൻകാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നിയമസഭ തെരഞ്ഞെടുപ്പുണ്ടായി. ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ വോട്ടിനായിരുന്നു, പുറകിലായിരുന്നു. അതെ, അതിനേക്കാളും ഫാർ ബെറ്റർ ആയില്ലേ? ഇനി ഞങ്ങൾക്ക് പിടിച്ചു കയറാൻ പറ്റാത്തത്. പിന്നെ ഞങ്ങളുടെ ആളുകളൊക്കെ പരാജയപ്പെട്ടതൊക്കെ വളരെ ചെറിയ വോട്ടുകൾക്കാണ് പല സ്ഥലത്തും. പിന്നെ UDFിനൊക്കെ എല്ലാ സ്ഥലത്തും ഈ വിമത കക്ഷികളൊക്കെ ഉണ്ട്, അവരും കുറച്ച് വോട്ടുകളൊക്കെ പിടിച്ചു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ 10 വർഷത്തെ തുടർച്ചയായ ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഒരു സംശയം വേണ്ട, വലിയ വിധിയെഴുത്തായിരിക്കും. അതിനകത്ത് തീർച്ചയായിട്ടും ജനങ്ങൾ, ഇരിങ്ങാലക്കുട ജനങ്ങൾ ഐക്യ ജനാധിപത്യത്തിനോടൊപ്പം നിൽക്കും, ഒരു സംശയമില്ല. തൃശ്ശൂർ ജില്ലയിൽ ആകെ 13 സീറ്റുകളുണ്ടായാലും കഴിഞ്ഞ പ്രാവശ്യം ആകെ ഒരേ ഒരു സീറ്റിലാണ് UDF ജയിച്ചത്. ഇപ്രാവശ്യം അങ്ങ് പറയുന്നതനുസരിച്ചിട്ട് ഈ 13-ൽ എത്ര സീറ്റ് കിട്ടാം? ഞങ്ങൾ നോക്കിയിട്ട് ഒരു സീറ്റും നോക്കാനില്ല. എല്ലാ സീറ്റും അതല്ലേ, ഒരു സീറ്റ് പറ, ഒരു സീറ്റ് പറ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെച്ച് നോക്കുകൊണ്ട് സെവി കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ പോലും അല്ലേ റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്? അല്ലേ? ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട്, ഇടതുപക്ഷത്തിനെതിരായിട്ട് ഉണ്ടായിട്ടില്ല അവിടെയാണ്. അപ്പോൾ നമുക്ക് അത്ഭുതം നടക്കുകയില്ലെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ. ഇനി കരുവന്നൂർ ബാങ്കിൻ്റെ ഇഷ്യൂ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? കഴിഞ്ഞ തവണ അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പുറത്തേക്ക് അറിഞ്ഞിട്ടുണ്ടായില്ല. കരുവന്നൂർ ബാങ്കിൻ്റെ ഇഷ്യൂ എപ്പോഴും വലിയ ഇഷ്യൂ. ഇപ്പോഴും നമുക്കറിയാം 300 കോടി രൂപയോളം ആളുകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവിടെ നിന്ന്. കരുവന്നൂർ ബാങ്കിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് മറ്റൊരു ബാങ്കിലുണ്ടായിട്ട് പോലെയല്ല, നഷ്ടപ്പെട്ടിരിക്കുക പണം. ആളുകൾക്ക് കിട്ടിയാലാത്തല്ലേ നഷ്ടപ്പെട്ടിരിക്കുക. എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്തത്? എത്ര ആളുകളെ രോഗത്തിന് ചികിത്സ ലഭിക്കാതെ രോഗത്തിന് അടിമയായി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്? എന്തൊരു കഷ്ടം നോക്കണേ. എന്തിനു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, എന്നിട്ടും അവർ പുതിയ മുന്നണി അവർ അവിടെ തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ LDF തന്നെ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയതില്ല, 13,000 വോട്ടർമാരുണ്ട്. അതിൽ എത്ര പേരെ വോട്ട് ചെയ്തത്? 6,000 പേര്. 6,000 പോലും ഇല്ല, വളരെ കുറച്ച് പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. 6,000 ഒന്നുമില്ല. പിന്നെ UDF മുന്നണി അതിൽ മത്സരിച്ചു. എന്തിനാ UDF മുന്നണി? അവർക്ക് ആർക്കാണ് വോട്ടവകാശം കൊടുത്തിട്ടുള്ളത്? ഈ വോട്ടവകാശം കൊടുത്തിട്ടുള്ളത് തന്നെ ഈ പറഞ്ഞ ഡിപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് ആർക്കും വോട്ടവകാശം ഇവിടെ ഇല്ല. അത് സഭയ്ക്കറിയാവോ? അവിടെ പണം ഡിപ്പോസിറ്റ് ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾക്ക് അവിടെ അംഗത്വം ഇല്ല. അവിടെ അംഗത്വം കൊടുത്തിരിക്കുന്നത് എങ്ങനെയുള്ള ആളുകൾക്കാണ്? അവർക്ക് കൂടെ നിൽക്കുമെന്ന് ബോധ്യമുള്ള ആളുകൾക്കാണ് 13,000 ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത്. 3,000 ഇഷ്ടം ആളുകൾ വോട്ട് ചെയ്തു. അപ്പോൾ പഴയ പുറത്തുശ്ശേരി പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഒരു ഭാഗം തീർച്ചയായിട്ടും ഇപ്രാവശ്യം UDF മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അവിടെ മാത്രമല്ലെന്നേ, അവിടെ നന്നായിട്ടുണ്ടാവും. അത് എല്ലാ പഞ്ചായത്തിലും എല്ലാ പഞ്ചായത്തിലും ഐക്യ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യും.
ഒരു സംശയം വേണ്ട, എഴുതി വെച്ചോ. യു ഡി എഫിൻ്റെ ഇടയിൽ കുറേ അസ്വാരസ്യങ്ങളും പടലപ്പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കേരള കോൺഗ്രസിന് സീറ്റില്ല, പകരം കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കാൻ പോകുന്നു, കൈ ചിഹ്നത്തിൽ ആളുകൾ മത്സരിക്കണം എന്നൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ അവകാശപ്പെടലും ഒക്കെ ഉണ്ടായി. ഈ പ്രശ്നങ്ങളൊക്കെ സെറ്റിൽഡായോ? അയ്യോ, അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇപ്പോൾ ഇല്ല. ഇതിലൊക്കെ പഴയ കഥകളാണ്. അതും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ കാര്യങ്ങൾ പറയുന്നതൊക്കെ വലുതായിട്ട് ചില പത്രങ്ങൾക്ക് എഴുതി പിടിപ്പിക്കുന്നുള്ളതല്ലാണ്ട് എന്താ കാര്യം ഇരിക്കുന്നിവിടെ? നമ്മുടെ കേരളത്തിൽ പിന്നെ സഭയ്ക്കറിയാലോ, CPM-നകത്തുള്ള പ്രശ്നം പോലെ അതിൻ്റെ 101 പ്രശ്നം കോൺഗ്രസ്സിലോ ഐക്യജനാധിപത്യ മുന്നണിയിലുണ്ടോ? ജി സുധാകരനെ പോലുള്ള സീനിയർ ആളുകൾ, എത്രയോ പ്രഗത്ഭ ആളുകൾ, അവർക്കൊക്കെ ഈ ഗോവിന്ദൻകുട്ടി എത്ര ആളുകളാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ. പി.കെ. ശശി ഞാൻ പറയേണ്ട കാര്യമില്ല. പി.കെ. ശശി പേരുകൾ പറഞ്ഞ് ഞാൻ കുറ്റപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തത്. അങ്ങനെയൊക്കെയുള്ള വലിയ കടൽ പോലുള്ള പ്രശ്നമുള്ള സ്ഥലത്തേക്ക് വെറും കിണറിലെ കാര്യം നോക്കി കാണിച്ചിട്ട് അവിടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇവിടെ ഒറ്റക്കെട്ടാണ്. അത് എത്രയും നാളുകൾക്കും ഒറ്റക്കെട്ടായിരുന്നല്ലോ എന്നും. ഒരു അഭിപ്രായം വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പാർട്ടിക്ക് ഒരു സീറ്റിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിലെന്താ തെറ്റ്? അതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല. ഒരു വ്യക്തിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹം പഠിപ്പിച്ച എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അപ്പോൾ പക്ഷേ അതൊക്കെ ഒരു തീരുമാനമെടുത്ത് കഴിയുമ്പോൾ എങ്ങനെയാകുന്നു എന്നുള്ളതാണ് വിഷയം. ഇവിടെ എന്താ, ഐക്യ ജനാധിപത്യ മുന്നണി സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി തീരുമാനിച്ചു. ഒറ്റക്കെട്ട്, ഒരു അമ്മ പെറ്റ മക്കളെ പോലെ അങ്ങ് നിൽക്കുകയില്ലേ, ഒറ്റക്കെട്ട്. സൂപ്പർ, നന്നായി പോവുക. ഒരു പ്രശ്നമില്ലാത്തൊരു നിയമമണ്ടല്ലോ, സൂപ്പർ നിയമമണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വൻ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. വിജയം എന്ന് പറഞ്ഞാൽ വലിയ വിജയമായിരിക്കും, നല്ല വിജയമായിരിക്കും. ഇപ്പം ഞാൻ ഈ വോട്ട് പിടിക്കാനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊക്കെ ആവേശം. എനിക്ക് മാത്രം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് ആവേശം. ഈ കഴിഞ്ഞ തവണയും കഴിഞ്ഞതിന് മുൻപിലത്തെ തവണയും കഴിഞ്ഞ തവണ ഏകദേശം 34,000 അധികം വോട്ട് BJP നേടി. അതിന് മുൻപിലത്തെ തവണ 30,000-ലധികം വോട്ടാണ് നേടിയത്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അന്നും സ്ഥാനാർത്ഥി, സന്തോഷ് ചെറാക്കുളം. പക്ഷേ ഇപ്പോൾ BJP കഴിഞ്ഞ ലോക്സഭ ഇതിൽ നിന്ന് കുറേ പുറകിലേക്കിട്ട് പോയിട്ടതാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ വെളിച്ചത്തിൽ കാണുന്നത്. തീർച്ചയായിട്ടും ഇപ്രാവശ്യം BJP വീണ്ടും പുറകിലേക്ക് പോകുമോ അതോ? ഞാൻ BJP-യെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ടല്ല ഞാൻ പറയുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ അനുകൂലമായ ഒരു മാനസികാവസ്ഥയാണ് ഇരിങ്ങാലക്കുടയിലെ വോട്ടർമാർക്കിടയിൽ കാണാനായിട്ട് കഴിയുന്നത്. അതെങ്ങനെ കുറയും എങ്ങനെ കൂടും എന്നുള്ളതൊന്നും ഞാനിപ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ജനങ്ങളുടെ മനസ്സിലുണ്ട്. നമ്മൾ സഹായിക്കാൻ ആളുകൾ കാത്തിരിക്കുകയാണെന്നേ. പിന്നെ അവർക്ക് എത്ര കുറയും, അവർക്ക് എത്ര കൂടും എന്ന് ഞാൻ വിലയിരുത്തില്ല. നമുക്ക് എത്ര കൂടും എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നു. അത് നന്നായി കൂടും. ഇതാണ് നമ്മുടെ വിലയിരുത്തൽ. ഓക്കെ. ഈ ഇതുവരെ അങ്ങ് അവസാന ടൈമിലാണ് ഒരു 1.5 വർഷക്കാലം ചീഫ് വിപ്പായിട്ട് മാറി. ഓക്കെ. അടുത്ത ഒരു ഇത് വന്നാൽ കേരള കോൺഗ്രസ്സിന് ഇരിങ്ങാലക്കുടയെ പ്രതിനിധീകരിക്കാൻ മന്ത്രി തന്നെയാണോ ഉണ്ടാവുക? അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഷബി. ഇതൊക്കെ കേരള കോൺഗ്രസ് UDF ഉൾപ്പെടെ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അപ്പോൾ അവരൊക്കെ ആ നിലയിൽ ഉചിതമായ തീരുമാനങ്ങൾ ആ സമയത്ത് എടുക്കും. അല്ല, അങ്ങ് പാർട്ടിയിൽ വളരെ സീനിയർ മോസ്റ്റ് ആളാണല്ലോ. നമ്മൾ എത്ര സീനിയർ മോസ്റ്റ് ആയാലും എന്താണെന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നതിന് എൻ്റെ വിശ്വാസം. അപ്പോൾ രാഷ്ട്രീയ കക്ഷി ഭേദമേ തന്നെ ജനങ്ങളുടെ മനസ്സിൽ അങ്ങ് പ്രാവശ്യം കുടിയേറിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്? അതുണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് അങ്ങ്. തീർച്ചയായിട്ടും ഇരിങ്ങാലക്കുടയിലെ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ചേക്കേറാൻ കഴിയട്ടെ. എല്ലാവരും അങ്ങയുടെ പ്രതീക്ഷകൾക്കൊത്ത് ഒരു നല്ല വിജയം ഇരിങ്ങാലക്കുടയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.